ഭാവി ഉർവശിയാണ്. കട്ട് ദാറ്റ്. പക്ഷെ അത് ഓൺ ചെയ്യുക, ആ ഒരു ഹാപ്പിനെസ്. സ്റ്റിൽ നമ്മൾ ഒരാളെ പറ്റി നല്ലത് പറയാൻ നമ്മൾ എടുക്കുന്ന ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് അല്ലേ? നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സ്വരവും നമ്മുടെ നാവും നമ്മുടെ സമയവും അത് നമ്മുടെ മാത്രമാണ്. അത് വേറൊരാൾക്ക് വേണ്ടി നമ്മൾ പറയുമ്പം അയാൾ ആ ചെയ്യുന്നത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ ഒരു ദിവസം ഞാൻ എത്ര പേരെ കാണുന്നുണ്ട്, എത്ര ആൾക്കാർ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഓൺ ചെയ്യുക, അവരുടെ ആ ഹാപ്പിനെസ് നമ്മൾ അങ്ങ് എടുക്കുക. അത് എടുത്തിട്ട് അന്നത്തെ ദിവസം ഫുൾ അതൊരു മാലയായിട്ട് കോർത്ത് അങ്ങ് ഇടുക എന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. ഇനി തൊട്ടടുത്ത ദിവസം ആരും പറഞ്ഞില്ലെങ്കിലും അടുത്ത ദിവസം ഞാൻ ആൾക്കാരെ കാണുമല്ലോ, അല്ലെങ്കിൽ അടുത്ത ദിവസം നല്ല പരിപാടി ചെയ്യാൻ പോവാണല്ലോ, അടുത്തൊരു ദിവസം എനിക്കുണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്റ്റിൽ വി നീഡ് മണി. നമുക്ക് നല്ല വീട് വേണം, ജോലി വേണം, എല്ലാം നമുക്ക് വേണം. ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ഹാവ് എ ഹെൽത്തി ബോഡി എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. ആൻഡ് ഇപ്പം ജോലിയും ഇല്ല, പൈസയും ഇല്ല, ഒന്നുമില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. നിങ്ങൾ വീട്ടിലിരിക്കുവാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക, വേറെ എന്തെങ്കിലും ഒരു വലിയ അസുഖമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ജോലിയും ഇല്ല, പൈസയും ഇല്ല, ഒന്നുമില്ല. ആ ഒരു അവസ്ഥ ആലോചിക്കുക. അങ്ങനെ നമുക്ക് അന്ന് നമ്മൾ ഊണ് കഴിച്ചു, നമുക്ക് അന്ന് ചോറെങ്കിലും കിട്ടി, അന്ന് ഊണെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. 2 കൈയുണ്ട്, 2 കാലുണ്ട്, നമുക്ക് 2 കണ്ണുണ്ട്. ഇതിനെയൊക്കെ പറ്റി തന്നെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം. സ്റ്റിൽ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം ആ കിടക്കുന്ന ബെഡിനോടെങ്കിലും ഒരു താങ്ക് യു പറയുക. അന്നത്തെ ദിവസം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയല്ലോ. നമ്മൾ ഈ കൊച്ചി കൂടെ പോകുമ്പോൾ എത്ര പേര് റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട് അല്ലേ, കൊതുകടിയും കൊണ്ട് പുതപ്പ് പോലും ഇല്ലാതെ. അപ്പം അന്നത്തെ ദിവസം രാവിലെ എണീക്കുമ്പോൾ ആ തലയോണയോടെങ്കിലും ഒരു താങ്ക്സ് പറയുക. അന്ന് സുഖമായിട്ട് എന്നെ കിടത്തിയല്ലോ എന്നോർത്തൊരു താങ്ക്സ് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടെന്നേ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ. എപ്പോഴും നോർമലി ആൾക്കാർ പറയും നിങ്ങൾ ഭയങ്കര സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പ്രിവിലേജ്, നിങ്ങളെ ക്യൂവിൽ കയറ്റി വിടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ലക്ഷറി ആയിട്ട് ജീവിക്കുന്നു. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു സമയവും എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവരല്ല. ഓരോ സമയവും എടുത്ത് ഓരോ സ്റ്റെപ്പ് എടുത്തിട്ടാണ് എല്ലാവരും ഓരോ റേസിൽ വിൻ ചെയ്യണത്. ഒറ്റയ്ക്കൊരു റേസ് വിൻ ചെയ്യാൻ പറ്റുന്ന വിഷ്ണു തോന്നുന്നു സാക്രിഫൈസ് ഉണ്ട്. ഇല്ല, ഒറ്റയ്ക്ക് ഒരാൾക്കും റേസ് വിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളും സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ സിനിമയിലേക്ക് വരാൻ താല്പര്യമുള്ള എത്ര പേരെ കാണാൻ പറ്റും? എത്ര പേരെ കാണാൻ പറ്റും? അതിൽ എത്ര പേര് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടാവും, എത്ര പേര് സെക്കൻഡ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടാവും? സ്റ്റിൽ വി ആർ ഗോയിങ്. ഇപ്പോഴും മമ്മൂക്കയോട് ചോദിച്ചാൽ മമ്മൂക്ക എന്താ പറയുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ? അത് ചിലപ്പം അദ്ദേഹം നമുക്ക് വിചാരിക്കും ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പറഞ്ഞാൽ അല്ല. അദ്ദേഹത്തിനൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം സ്റ്റിൽ ഡയറക്ടറിനോട് ചോദിക്കുന്നത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പറഞ്ഞു തരുമെന്ന്. നമ്മൾ സീരിയസ്ലി മമ്മൂക്കയാണോ ഇത് ചോദിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. എനിക്ക് എക്സാമ്പിൾ പറയാൻ എൻ്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് അതേ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും, എൻ്റെ അമ്മ കുറച്ച് നാൾ മുന്നേ പറഞ്ഞ എനിക്ക് വീട്ടിലിരുന്ന് മടുത്തു. അപ്പോൾ അതിന് മുമ്പേ അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മ പറഞ്ഞു എനിക്ക് വീട്ടിലിരിക്കാൻ ഒരു നിമിഷം ഒരു സമയമില്ല, ജോലി ചെയ്ത് മടുത്ത് ഞാൻ എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഒരു 6 കൊല്ലം മുന്നേ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എനിക്ക് നടുവ് നിവർത്താൻ പോലും പറ്റുന്നില്ല, വീട്ടിൽ വരുമ്പോൾ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു വെക്കല്ലേ, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പണി ചെയ്യുന്ന പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ഇന്ന് അമ്മയ്ക്ക് വേണ്ട എല്ലാം ഇവിടെ ഉണ്ട്. സ്റ്റിൽ അമ്മ കംപ്ലയിൻറ്റ് ചെയ്യുവാണ്. അപ്പം അമ്മ സൈലൻ്റായി, അമ്മ ഒന്നും പറയണില്ല. അന്നമ്മ ഞാനിത് കംപ്ലൈൻ്റ് ആയിട്ട് പറയല്ല, അന്നമ്മ ബസ് കയറി ഭയങ്കര കഷ്ടപ്പെട്ട ജോലി സ്ഥലങ്ങളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നമ്മ പറയുകയാണ്, അമ്മ സ്റ്റിൽ കംപ്ലൈൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കേട്ട അമ്മ എന്നെ തല്ലി. എന്നാലും ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പോൾ എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ? അപ്പോഴാണ് അമ്മ റിയലൈസ് ചെയ്യുന്നത് നമുക്കുള്ളപ്പോൾ നമ്മൾ അതിൻ്റെ വില അറിയില്ല വിഷ്ണു. നമുക്കൊന്ന് ഇല്ലാണ്ടാവുമ്പോഴേ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കാൻ ഒരാളുണ്ടാവുമ്പോഴേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് നമ്മളെ ഒരു പിച്ച് കിട്ടുമ്പോഴാണ് അയ്യോ അവിടെ ദശയുണ്ടെന്നെങ്കിലും നമ്മൾ ഓർക്കണത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അറിയില്ല അവിടെ ഇങ്ങനെ ഒരു സംഭവം, അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടെന്ന് നമ്മൾ അറിയില്ല. ഇതൊക്കെ എൻ്റെ തലയിലുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഈ ഒരു റെസ്റ്റിംഗ് ഫേസ് എൻ്റെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കണതും. ഓരോ മൊമെൻറ്റിലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കണ്ണാടി നോക്കിയിരുന്ന് ടൂത്ത് പേസ്റ്റും പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്തത് എനിക്ക് സ്റ്റിൽ ഓർമ്മയുണ്ട്. ഞാൻ വലിയൊരു സിനിമാ നടിയാവും, എന്നിട്ട് എന്നെ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇങ്ങനെ ചോദിക്കും കണ്ണാടിയോട്, എന്നിട്ട് ഞാൻ തന്നെ ഉത്തരം പറയും. സ്റ്റിൽ ഞാൻ ഇവിടെ നിന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നില്ലേ. സോ അത് ഐ ആം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ആൻഡ് നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്നേ. അതിന് വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് ഒരുപാട് വലിയ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്നൊന്നും നിർബന്ധമില്ല. എവിടെ നിൽക്കുന്ന ആൾക്കാണെങ്കിലും
അവിടെ നിൽക്കുന്ന അവസ്ഥയിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ലൈഫേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും. അത് കഷ്ടപ്പെട്ട് ജീവിക്കാതെ ഇഷ്ടപ്പെട്ട് ജീവിക്കുക. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഗ്രേറ്റ്ഫുള്ളായ ഗ്രേസിനെ കാണാൻ പറ്റി. ഗ്രേറ്റ്ഫുൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, പക്ഷേ എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ലൈഫിലെ ഒരു പോയിന്റ് വരുന്ന സമയത്ത് ഈ ആളുകൾ ചോദിക്കുന്നുള്ളതിന്റെ അപ്പുറത്ത് പലപ്പോഴും നമുക്കും കൂടി തോന്നും ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ഘടകം. അതായത് അതിനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നൊന്നും ആയിട്ട് പറയണ്ട. ചിലപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഒരാൾ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കേൾക്കാനുള്ള ഒരാൾ, നമ്മളെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ സർക്കിളിൽ പൂർണ്ണാവസ്ഥയിൽ മനസ്സിലാക്കുന്ന ഒരാൾ. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളോട് ചിരിക്കുന്ന ചിരി ഫേക്കാണോ ഒറിജിനലാണോ എന്നെങ്കിലും മനസ്സിലാക്കാൻ പോലത്തെ ഒരാൾ വേണമല്ലോ നമുക്ക്. അങ്ങനെ ഒരു കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു കേസ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടേ നമുക്ക് എല്ലാവരെയും നമ്മുടെ സർക്കിളിലേക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ ഒരാളെ വിശ്വസിച്ച് അയാളുമായിട്ട് നല്ലൊരു സൗഹൃദമൊക്കെ വന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളല്ല ഇയാളെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു അതൊരു പെയിനാ. അതിൽ നിന്ന് റിക്കവർ ആവാൻ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എല്ലാം പറിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്ക്. ഞാൻ വെറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ നിന്ന് ഞാൻ മാറും. ഞാൻ അവരെ ശല്യം ചെയ്യില്ല. എനിക്ക് 2 എക്സ്ട്രീമുള്ള, എനിക്ക് നടുക്കത്ത് നിൽക്കുന്ന പരിപാടി ഇല്ല. ഒന്നില്ലേ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം. ആ എക്സ്ട്രീമാണ് എൻ്റെ പ്രശ്നം. അപ്പം അതുകൊണ്ട് എനിക്കൊരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും മനസ്സിലാക്കണത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വെദർ ഇറ്റ് ഈസ് യുവർ മം ഓർ ഡാഡ് ഓർ യുവർ ഹസ്ബൻഡ്, ആരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന പോലെ നമുക്ക് വേറെ ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. അത് തന്നെ. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കിയതാ, നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കാമുകൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോട് എനിക്കിതാ വേണ്ടത്, എനിക്കിങ്ങനെ ചെയ്തു തരണം, എനിക്കിങ്ങനെ ഞാൻ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് അവർക്ക് ചെയ്തു കൊടുക്കാം. സോ അവർക്ക് അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവുകയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഭയങ്കര ഫാൻസി ആയിട്ടുള്ളൊരു ഡേറ്റിനേക്കാൾ ഉപരി എനിക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. സിമ്പിൾ ഫോർ ലൈക്ക് എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നത്, ഹാൻഡ് ബാഗ് പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക്. ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എൻ്റെ കൈ പിടിച്ചാൽ മതി, എൻ്റെ ഹാൻഡ് ബാഗ് പിടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ നമ്മൾ തിയറിനേക്കാൾ ഉപരി നമ്മൾ കമ്പ്യൂട്ടർ ചെയ്ത് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി ലെറ്റ് ദം എക്സ്പീരിയൻസ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരും അത് ചെയ്യാൻ തുടങ്ങും. എനിക്ക് OCD പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയും, നമ്മൾ ഗെറ്റ് ടുഗദറൊക്കെ വെക്കാൻ നിർത്തി ഞാൻ പറയും എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഇരുന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ചെന്ന് അവരോട് പറയുന്നതിലുപരി ഞാൻ ആദ്യമേ എല്ലാം നീറ്റാക്കി വെക്കും. വീണ്ടും ഒരു മെസ്സി ആക്കുമ്പോൾ ഞാൻ വീണ്ടും നീറ്റാക്കും. അപ്പോൾ അവർ ഇതിങ്ങനെയായിരുന്നില്ലല്ലോ, ഞാൻ അത് ഞാൻ നീറ്റാക്കിയതാ. അപ്പോൾ 3rd ടൈം അവരെന്ത് ചെയ്യും, അവർക്ക് മെസ്സി ആക്കാൻ തോന്നത്തില്ല. കാരണം അവരെൻ്റെ കഷ്ടപ്പാട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നോക്കും. അത് ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. ഒരാൾ വൃത്തികേടാക്കാനും ഒരാൾ വൃത്തിയാക്കാനും നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണറിനോട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ മൈൻഡ് സെറ്റുള്ള അതേ വിവേക ബുദ്ധിയുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് എങ്കിൽ അയാൾക്ക് മനസ്സിലാകും ഇത് പറയാതെ പറയുന്നതാണ് എന്നുള്ളത് മനസ്സിലാവും. അതൊരു കാര്യം. രണ്ടാമത്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. ഞാൻ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എനിക്ക് വളഞ്ഞ വഴി അറിയില്ല. എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ഇഷ്ടമല്ലെന്ന് തന്നെ പറയും. അത് ഞാൻ തുടക്കമേ പറയും, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാനത് മുഖത്തടിച്ച പോലെ പറയില്ല, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയും. അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നുള്ളത് തുടക്കമേ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയും. അപ്പോൾ ഡിസ്ക്ലെയിമർ ആദ്യം കൊടുക്കണോണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്നിട്ടും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഓക്കെ ടാറ്റ ബൈ ബൈ. കാരണം എനിക്ക് ആരുടെയും സമയം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ആരും വരില്ല. വിഷ്ണു വിശ്വസിക്കാന്നറിയില്ല, ഒരാളും ഒരു പ്രപ്പോസലായിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ 10 വർഷം ആവാൻ പോകുന്നു, ഇല്ല വന്നിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു അട്രാക്റ്റീവ് സംഭവം കൊടുക്കാൻ ഞാൻ അങ്ങനത്തെ ഒരു ഗേൾഫ്രണ്ട് മെറ്റീരിയൽ അല്ല, തുടക്കമേ തന്നെ പറയാം. പക്ഷേ എനിക്ക് ലൈഫിനെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് കാണാൻ
ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഉള്ളിലൊരു ഇമാജിനറി വേൾഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു സിൻഡ്രല്ല ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു വേറെ പരിപാടികളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അതിനെ വിനോദയാത്രയിലെ മീര ജാസ്മിനാ അത്രയില്ല. പക്ഷെ എനിക്കറിയാം ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്, ഞാൻ ഭയങ്കര ചില്ലാണ്, ഞാൻ ഭയങ്കര പൊട്ടിയാണ്, മണ്ടിയാണ്, അങ്ങനത്തെ കാര്യം. അത് നമ്മുടെ കംഫർട്ട് സ്പേസിൽ മാത്രമേ നമ്മളത് ചെയ്യൂ. ഞാനിത് ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ ഇത് വിഷ്ണുവിന്റെ ഇന്റർവ്യൂ പറയുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കംഫർട്ട് സ്പേസ് വരുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അത് മാത്രമേ എനിക്കുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജെനുവിനിറ്റി. അതായത് നമുക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മളെ ഒരാളെ വിശ്വസിച്ച് അങ്ങ് അൾട്ടിമേറ്റ് ആണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ആവുമ്പോൾ ലോയാലിറ്റിയുടെ ഒരു ചെറു ഇതെങ്കിലും പോയാൽ തീർന്നല്ലേ. കാരണം ഞാൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആവുമ്പോൾ ഞാൻ എൻ്റെ A to Z ഓപ്പൺലി പറയുന്ന ഒരാളാണ്. അപ്പോൾ അത് തിരിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് വേറെ വശം. എന്നോട് പറയണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അറ്റ് ദ മൊമെൻറ്റ്, ആ മൊമെൻറ്റ് തൊട്ട് പിന്നെ അങ്ങോട്ടുള്ളതിൽ നമ്മൾ കള്ളം കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് റിലേഷൻ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ റിലേഷൻ പോലും വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ ഒരു മീറ്റിംഗ് 2 മീറ്റിംഗ് തന്നെ നമ്മൾ ബൈ. അത് റിലേഷൻ അല്ലല്ലോ, ജസ്റ്റ് ഡേറ്റിംഗ് മാത്രമല്ലേ. അതിൽ ബൈ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അതില് ഫിലിംസ് ഇൻഫ്ലുവൻസ് ഒന്നും വന്നില്ല? ഇല്ല മറ്റേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആ സാധനം അതില്ല എനിക്ക്. ആ സാധനം ഇല്ല. അതൊക്കെ ഓഫായി കിടക്കുക സ്വിച്ചൊക്കെ. അതൊക്കെ മെയിൻ്റെനൻസിന് പോകേണ്ട ഒരു സമയമില്ലേ. അത് എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ഉത്തരവാദിത്തത്തിലേക്ക് കയറി കഴിയുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ബോയ്സ്, അതായത് ഈ വീടൊക്കെ നോക്കുന്ന ചില ആൺകുട്ടികളൊക്കെ ഇല്ലേ, ഉത്തരവാദിത്തമുള്ള, എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. എനിക്കെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഫിഗർ ഞാൻ ആയതുകൊണ്ട് എനിക്ക് ചില ആൺകുട്ടികൾ പറയും പെങ്ങളെ കെട്ടിക്കണം, വീട് വെക്കണം. എനിക്കങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ തൊഴുന്ന് കാല് കഴുകി വെള്ളം കുടിച്ചോട്ട്. കാരണം അത്രയ്ക്ക് റെസ്പെക്റ്റ് എനിക്ക്. കാരണം ഒന്ന് ആലോചിച്ച് വെക്കും, ഒരു ആൺകുട്ടി ഉണ്ടായി, അവൻ അത്രത്തോളം ഡ്രീമിൽ നിൽക്കുന്ന അവസ്ഥയിലും അവൻ്റെ ലൈഫ് സെറ്റിലാക്കുന്നതിന് മുന്നേ അവനെ പെങ്ങളെ കെട്ടിക്കണം. ആ പെങ്ങളെ കെട്ടിക്കുന്ന കല്യാണ ദിവസം അവർ നിൽക്കുന്ന ദിപ്പുണ്ട് സ്റ്റിൽ അല്ലേ, വേർത്ത് കുളിച്ച് വേറെ ആരെന്ത് വന്നാലും പുള്ളി ഇങ്ങനെ ഒരു മരം പോലെ ഇങ്ങനെ നിൽക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുമ്പോഴും എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അത് ഒരു നമ്മൾ അറിയാതെ നമ്മുടെ തലയിൽ വരുന്ന ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല, ബട്ട് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണം ഞാൻ നടത്തുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുള്ളൊരു സംഭവമുണ്ട്. അത് വിച്ച് ഇസ് ഗുഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില ആൾക്കാർക്ക് അത് പറയാതെ, എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷെ പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുമല്ലോ. എനിക്ക് എൻ്റെ ലൈഫാണ് നോക്കേണ്ടത്, ഞാൻ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അതിലും അത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഭയങ്കര റെയറാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ്, ഞാൻ ഭയങ്കര പുറകോട്ടാണേ അതെനിക്കറിയാം. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വനിതാ തിയേറ്ററിൽ പ്രിവ്യൂ വയ്ക്കുന്നതുകൊണ്ടിട്ട് ഭയങ്കരമായിട്ട് കൂടി. അതിന് കുറേ പോസിറ്റീവ്സ് ആയിട്ടുണ്ട്, ഒരുപാട് നെഗറ്റീവ്സ് ആയിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ഗ്രേസ്, ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബാർട്ടർ സംവിധാനം പോലെ അത് നീങ്ങാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതായത് ആർട്ടിസ്റ്റുകളെ ഓൺലൈൻ മീഡിയ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും, തിരിച്ച് ആർട്ടിസ്റ്റുകളെ എന്താ പറയുക വേറെ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് ഓൺലൈൻ മീഡിയ പഴി കേൾക്കും. ഇത് ശരിക്കും ആരാ നല്ല സ്റ്റാൻഡ് എടുക്കേണ്ടത്? കാരണം ഇപ്പോൾ ഓൺലൈൻ മീഡിയ ആളുകളെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ഈ ഓൺലൈൻ മീഡിയനെ നന്നായി യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ പല പല പരിപാടികൾക്ക് പോയി അവരുടെ ലൈഫ് അപ്ഡേറ്റ്സ് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെ ടിഷ്യൂ പേപ്പർ പോലെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പുറത്ത് ഇതുണ്ട്. ഇത് ശരിക്കും ഇതിനെന്താ ഗ്രേസ് എന്താ വിചാരിക്കുക അതിനെ പറ്റിയിട്ട്? തുടക്കത്തിൽ ഇത് നമ്മളെ കളിയാക്കുന്ന പരിപാടിയാണെന്ന് തുടക്കത്തിൽ എനിക്ക് തോന്നിയായിരുന്നു. ഇത്രയും മൊബൈൽ ക്യാമറ മാത്രമല്ല ഈ വനിതാ വിനീതയിൽ പോകുമ്പോൾ, എസ്പെഷ്യലി ഞാൻ പറയാൻ കാരണം ഇത് ചോദിച്ചുകൊണ്ടാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല സിനിമേനെ. ഞാൻ അതുകൊണ്ട് എൻ്റെ 1-2 പ്രിവ്യൂസിനൊക്കെ ഞാൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള റിയാക്ഷൻ അല്ല അവിടെ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. സ്റ്റിൽ അത്രയും മീഡിയാസ് ഉള്ളതുകൊണ്ടും നമ്മൾ കവർ ചെയ്യേണ്ടതുകൊണ്ടും കണ്ടന്റ് കൊടുക്കേണ്ടത് കൊണ്ടും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതല്ലാതെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മറുപടി രണ്ടും രണ്ടാണ്. അതൊരു കാര്യം. അതല്ലാതെ ഈ ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് വീഡിയോ എടുത്തിടുന്ന ചില ആൾക്കാരും ഉണ്ടല്ലോ. സ്റ്റിൽ ഓക്കെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട്. നമ്മുടെ രാജ്യത്ത് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം ഓക്കെ, വിഷ്ണുവിൻ്റെ അഭിപ്രായം പറയുന്നു. അത് വിഷ്ണുവിനെ കേൾക്കാൻ ഇരിക്കുന്ന 1-2 സുഹൃത്തുക്കളോടോ ഫാമിലിയോടോ വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവിനറിയാം വിഷ്ണു പറയുന്നത് അവർ കേൾക്കുമെന്ന്. അവർ എടുത്താലും എടുത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വിഷ്ണു പറയുന്ന കേൾക്കുന്ന ഒരു ധാരണയുണ്ട്.
ഇതല്ലാതെ നമ്മളൊരു മീഡിയയുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ പർട്ടിക്കുലർ നമ്മൾ ഓൺ ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ പറയുമ്പോൾ എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ കേൾക്കണമെങ്കിൽ കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ അതിന് മോണിറ്റൈസ് ചെയ്ത് കാശ് വാങ്ങിക്കുന്നുണ്ട്. അതിന് ആഡ് ഇട്ട് അവരത് കാശ് വാങ്ങിക്കുമ്പോൾ അതൊരു ബിസിനസ്സാണ് അല്ലേ? അതൊരു ബിസിനസ്സാണ്. അതിനെങ്ങനെ എടുക്കും നമ്മൾ? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഓരോ പടത്തിനെയും പോയി കണ്ടിട്ട് അവരതിനെ വിറ്റിട്ട് അവർ കാശ് വാങ്ങിക്കും. ബിക്കോസ് ദേ ആർ ഡൂയിങ് ദ സെയിം തിങ് അല്ലേ? അവരും ചെയ്യുന്ന നമ്മളും പടം എടുത്തിട്ട് കാശ് ഉണ്ടാക്കുന്ന ബിസിനസ് ചെയ്യുന്നു. അവരും ആ പടം കൊണ്ട് തന്നെ ചെയ്ത് റിവ്യൂ എടുത്ത് അവർ കാശ് വാങ്ങിക്കുന്നില്ലെങ്കിൽ ഓക്കെ പറയാം ഞങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു. അവർ സ്റ്റിൽ അവർക്കറിയാം പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയും ആൾക്കാരിലേക്ക് എത്തൂലെന്ന് അറിയാം. അതുകൊണ്ട് അവർ നെഗറ്റീവ് പറഞ്ഞിട്ട് അതിനെ മോണിറ്റൈസ് ചെയ്ത് അതിന് പേയ്മെന്റ് അവർക്ക് കിട്ടുന്നു. അങ്ങനെ നോക്കുമ്പോൾ അത് ഫെയർ അല്ല അല്ലേ? അത് എനിക്ക് ചില റിവ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കത് കണ്ടപ്പോൾ അത്രയും വീടായിട്ട് തോന്നിയില്ലല്ലോ, ഇത്രയും അതിനെ തരം താഴ്ത്തണമായിരുന്നോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇവരിതിങ്ങനെ പറയുന്നതെന്ന് നമുക്ക് ഉള്ളിൽ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷെ നമ്മളത് എവിടെയും പോയി പറയില്ല, കാരണം അത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. രണ്ട് സൈഡും നമ്മൾ ബ്ലെയിം ചെയ്യണം. ഇത് പേയ്മെന്റ് വാങ്ങിച്ച് ചെയ്യുന്നവരുണ്ട്, പേയ്മെന്റ് ചോദിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മളിത് ഇത് കാണുന്ന നോർമൽ ഓരോ ഓഡിയൻ ഇത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ചരടുവലി അവർക്ക് അറിയില്ല. ഇത് പറയാനാണെങ്കിൽ ഇത് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ എനിക്ക് ആരെയും ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. ചില റിവ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നും. ഇതൊരു വാശിപ്പുറത്ത് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിനും അവർക്ക് മോണിറ്റൈസ് ചെയ്ത് പേയ്മെന്റ് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ അത് കുറച്ചെങ്കിലും ഒരു മനസാക്ഷി രണ്ട് സൈഡിൽ നിന്ന് വേണ്ടേന്ന് ആലോചിക്കാറുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഞാൻ ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യുന്നില്ല, രണ്ട് സൈഡിൽ നിന്ന് വേണ്ടേന്ന് ആലോചിക്കാറുണ്ട്. മീഡിയാസ് ദേ ആർ ഡൂയിങ് ദെയർ ജോബ്, അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ജോലി ചെയ്യുന്നില്ലേ?